ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഒരു പാർട്ടി വ്ളോഗാണ്. രാവിലെ തന്നെ ഞാൻ റെഡി ആയിരിക്കുന്നു പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. പാർട്ടി എന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ മോളുടെ വയസ്സറിയിച്ച പാർട്ടിയാണ്. പീരീഡ്സ് പാർട്ടി, ഫസ്റ്റ് മൂൺ പാർട്ടി എന്നൊക്കെ പറയും. നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മൾ അങ്ങോട്ട് ചെന്നു, അവളെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി. നമ്മളിവിടെ എങ്ങനെയാണ് കേട്ടോ, പുതിയ ഡ്രസ്സും പിന്നെ ഒരു കല്യാണം എൻഗേജ്മെൻറ്റിനൊക്കെ എങ്ങനെയാണ് നമ്മൾ റെഡിയാക്കുന്നത്, ഏകദേശം അതുപോലെയൊക്കെ നമ്മൾ അവരെ റെഡിയാക്കും. പിന്നെ നമ്മൾ ഫാമിലിക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം പാർട്ടി വെക്കാനും അടിച്ചു പൊളിക്കാനും. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും അങ്ങ് അടിച്ചു പൊളിക്കണം. എന്ത് പാർട്ടി ആണെങ്കിലും എല്ലാവരും ഒത്തുകൂടുക, നല്ല രസമായിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ മിക്ക സമയത്ത് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവിടെ ഉണ്ടാവാറില്ല, ഭോപ്പാലായിരിക്കും. പിന്നെ എല്ലാവരും അവിടെ ഒരുക്കുന്ന തിരക്കിലായി. വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ട് ചുമ്മാ ഒക്കെ പോകണം. 12:30 ആകുമ്പോൾ എല്ലാവർക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ അവളെ ഒരുക്കി റെഡിയാക്കി ഇറക്കാനുള്ള ഇതിലാണ്. അവളുടെ ഉപ്പയും ആൾക്കാരും ഒക്കെ വെയിറ്റ് ചെയ്യുമായിരുന്നു വെളിയിൽ കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഫസ്റ്റ് ഫാമിലി പാർട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒന്നും പറ്റിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തൊരു വീഡിയോ ആണ്. ഉമ്മാനെയും താത്തമാരെയും വാവന്മാരൊക്കെ വേറെ വീഡിയോ കണ്ടു കാണുമായിരിക്കും. അങ്ങനെ പിന്നെ നമ്മളിതാ റെഡിയാക്കലായി. അവർക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ വീടിൻ്റെ ബാക്കിലൂടെ നമ്മൾ ഇറക്കി ഫ്രണ്ടിലൂടെ ഇങ്ങനെ കയറും. ഒരു വീടൊന്ന് ചുറ്റി വരും അവളെയും കൊണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ നമ്മളിതാ പാട്ടൊക്കെ പാടി അവളെ കല്യാണ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ വീടിൻ്റെ ബാക്കിലൂടെ ഇറക്കിയിട്ട് ഫ്രണ്ടിലൂടെ നമ്മൾ കയറി വരും. അങ്ങനെ അത് കഴിഞ്ഞാൽ മെയിൻ ഒരിത് കഴിഞ്ഞു. എന്താല്ലേ, ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ലേ. കുഞ്ഞുനാളിൽ നമ്മൾ എടുത്ത് കിടന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിയ കുട്ടികളാവാന്ന് പറയുമ്പോൾ. മാത്രമല്ല എൻ്റെ ഫാമിലിയിൽ എല്ലാവരും തന്നെ ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഹൈറ്റും ഒക്കെ അങ്ങ് വെക്കും. നമ്മളെക്കാളും ഉയരത്തിലോട്ടാണ് അവർ പിന്നെ പോവുക. പിന്നെയുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇട്ട് കൊടുക്കലാണ്. ഗിഫ്റ്റായിട്ട് ഗോൾഡ് കൊടുക്കുക. അവളുടെ ഉപ്പാടെ ഉപ്പ അവൾക്ക് റിങ് ഇട്ട് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ഉപ്പാടെ ഉമ്മ ഒരു ചെയിൻ അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരുപാട് ഡ്രസ്സും ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ലോങ് ആവുന്നത് കാരണം. ഒരുപാട് ഡ്രസ്സ് കിട്ടും, ഡ്രസ്സും ചെരുപ്പും അങ്ങനെ ഗിഫ്റ്റ്സൊക്കെ ഒരുപാട് കിട്ടും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ അകത്ത് വന്ന് പിന്നെ ഇങ്ങനെ പാട്ടും ഡാൻസും ആയിട്ടൊക്കെ അങ്ങനെ കുറേ സമയം പോയി. ഇതൊക്കെ എൻ്റെ ഫാമിലിയിലെ ഇനി അടുത്ത വരാൻ പോകുന്ന തലമുറകളാണ്. പിന്നെ നമ്മളെ ഫാമിലി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുള്ള ഫാമിലി ആയിട്ട് എല്ലാവരും ദൂരെയും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഫോൺ വിളിച്ചേ പറയത്തുള്ളൂ. പിന്നെ മൂൺ പാർട്ടി ആയതുകൊണ്ട് തന്നെ വളരെ അടുത്തുള്ള ഫാമിലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ജുമയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോഴത്തേനും. പിന്നെ ഗിഫ്റ്റ് കൊടുക്കലും ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ആ വക പരിപാടിയിലോട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരും കൂടി എത്താനുണ്ട്. കോയമ്പത്തൂരിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പോൾ അവരും കൂടി വെയിറ്റ് ചെയ്തേക്കലായി. ഇത് അവളുടെ ഉപ്പയും ഉമ്മയും ആണ്. പിന്നെ ഇതാ അപ്പോഴത്തേന് ലഞ്ച് ടൈമൊക്കെ ആയായിരുന്നു. പക്ഷെ നമുക്കിനി ഒരു ടീമും കൂടി വരാനുണ്ട്. ഒരു കോയമ്പത്തൂരിൽ നിന്ന് വരുവാണ്. അവർ വന്നിട്ട് ലഞ്ചൊക്കെ കഴിക്കാമെന്നുള്ള ഇതിലാണ്. പിന്നെ ഇതാ ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീയും കൂടി ഞാൻ രാവിലെ റെഡി ആകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നേ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാൻ റെഡിയായി. പായസമൊക്കെ വിളമ്പി. ഇതാണ് ബിരിയാണി, ലഗോൺ കോഴീൻ്റെ ബിരിയാണിയാണ്. ഈ ലഗോൺ എന്ന് പറയുന്നത് നമ്മൾ അധികം മാംസ പീസൊന്നും ഉണ്ടാവില്ല, അധികം എല്ല് മാത്രമുള്ള ഒരു ഇതായിരിക്കും. നല്ല ടേസ്റ്റാണ് ബിരിയാണി കഴിക്കാൻ വേണ്ടി. കല്യാണ വീട്ടിലൊക്കെ ബിരിയാണീൻ്റെ ആ ഒരു ഇതുപോലെ. ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണം, അത് പറയുമ്പോൾ എനിക്ക് വേറെ ഒരു വികാരമാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമ്മളാകട്ടെ ഇരുന്നത്. പിന്നെ ഇതാ ഇവിടെ നമ്മളെ സെന്ന ഉണ്ട്. ഇവളെ പേര് സെന്ന എന്നാണ് നമ്മുടെ പാർട്ടിക്കാരിയുടെ പേര്. സെന്നയും ഞങ്ങളൊക്കെയാണ് ഫുഡ് കഴിക്കാൻ ആദ്യം തന്നെ ഇരുന്നത്. ഏകദേശം 2 മണിയൊക്കെ ആവാറായി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതുപോലെ പാർട്ടിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും കേട്ടോ. കാരണം എന്തായാലും നമ്മൾ ലഞ്ച് അടിപൊളിയായിട്ട് കഴിക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യും. പിന്നെ ഡിന്നറും അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് ഫുഡായിരിക്കും എന്തെങ്കിലും കഴിക്കാം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കസിൻസും എല്ലാവരും കൂടി വീടിൻ്റെ ബാക്കിലൊരു പറമ്പ് പോയി ഒരു ഓട്ട മത്സരം നടത്തി. കുറേ കാലത്തിന് ശേഷം ഓടിയതുകൊണ്ടാണോ ശരീരം ഇളകിയെന്നൊന്നും അറിയത്തില്ല. ഗന്ധർവന്മാരൊക്കെ നടക്കുന്ന പോലെ കാല് തറയെ തട്ടുന്നില്ലായിരുന്നു എൻ്റെ.
അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാം വീട്ടിലോട്ട് പോകാറായി. കാരണം ഇനിയുള്ളതൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. എനിക്ക് ബാംഗ്ലൂർ ഒരു എക്സാമും കൂടി ബാക്കിയുണ്ട്, എനിക്കും പോകണം, ഫാമിലിയും പോവാന്ന്. അപ്പോൾ എല്ലാവർക്കും നല്ല പർച്ചേസും കാര്യങ്ങളും പാക്കിങ്ങും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ഉമ്മ.